ലോക വനിതാ ദിനത്തിൽ കായംകുളം SNDP യൂണിയനും കായംകുളം താലൂക്ക് ആശുപത്രിയും സംയുക്തമായി ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദവും എന്ന ക്യാൻസർ നിർണയ ക്യാമ്പ് നടത്തി. ആദ്യം രജിസ്റ്റർ ചെയ്ത 200 പേർക്കാണ് സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തിയത്. ലോക വനിതാ ദിനത്തിൽ കായംകുളം SNDP യൂണിയനും കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലും സംയുക്തമായി ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദവും എന്ന പദ്ധതി അതിവിപുലമായ ക്രമീകരണങ്ങളോടെ ക്യാൻസർ നിർണയ ക്യാമ്പ് നടത്തി. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നൊരു ക്യാമ്പയിൻ ഫെബ്രുവരി മാസം 4-ാം തീയതി തുടങ്ങി നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 30 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകളെയാണ് നമ്മൾ ക്യാൻസറിന് വേണ്ടി സ്ക്രീൻ ചെയ്യുന്നത്. ക്യാൻസർ എന്ന് പറയുമ്പോൾ സ്ത്രീകളിലുള്ള സ്ഥാനാർബുദം, ഗർഭാശയ ഗള ക്യാൻസർ, ഈ 2 ക്യാൻസറുകളാണ് നമ്മൾ ഇതിനകത്ത് സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഈ 2 ക്യാൻസറിനെ നേരത്തെ കണ്ടെത്തി നേരത്തെ ചികിത്സ നൽകുക എന്നൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുള്ളത്. ഇന്നതിൻ്റെ മാർച്ച് 8 വനിതാ ദിനമായിട്ട് അതിൻ്റെ ആ ക്യാമ്പയിൻ തീരുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളുടെ അടുത്ത് SNDP യോഗം ഈ കായംകുളം യൂണിയൻ ആവശ്യപ്പെട്ടതും പ്രകാരം നമ്മൾ അവിടെ വെച്ചിട്ടൊരു ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. അതേസമയം തന്നെ നമ്മുടെ ആശുപത്രിയിൽ വെച്ചും ഇതേപോലെ തന്നെ 200 പേരെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ക്യാമ്പ് മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടത് പ്രകാരം അതും നടക്കുന്നുണ്ട്. ആദ്യമേ തന്നെ നമുക്ക് ഡയറ്റീഷ്യൻ്റെ ഒരു ചെറിയ ക്ലാസ് ഉണ്ടാവും. അതായത് നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ക്യാൻസർ വരുന്നത് ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടാണ്. അപ്പോൾ ആ ഫുഡ് ഹാബിറ്റ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ള ഒരു ചെറിയ സെഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഒരു ചെറിയ സെഷൻ ഉണ്ടാവും. അതായത് നമ്മൾ എക്സസൈസ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം രജിസ്റ്റർ ചെയ്ത 200 പേർക്കാണ് സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തിയത്. ഇതിനോടനുബന്ധിച്ച് കായംകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇസാറ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും ആസ്റ്റർ ലാബ്സും ചേർന്നുകൊണ്ട് കാഴ്ച പരിശോധനയും രക്തസാമ്പിൾ പരിശോധനയും നടത്തി. കായംകുളം യൂണിയൻ സെക്രട്ടറി P. പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കായംകുളം താലൂക്ക് ആശുപത്രിയും അതുപോലെ തന്നെ കായംകുളം SNDP യൂണിയൻ്റെ വനിതാ സംഘവും ചേർന്നുകൊണ്ട് അതിവിപുലമായി എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ഒരു ക്യാൻസർ നിർണയ ക്യാമ്പ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. 200 പേരെയാണ് നമ്മൾ പരിശോധനയ്ക്കായി തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ 200-നേക്കാൾ കൂടുതൽ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 200 പേരിൽ കൂടുതൽ പരിശോധന നടത്താനുള്ള സൗകര്യം ഒരു ദിവസം കൊണ്ട് കഴിയില്ല. എന്നാൽ അടുത്ത ഒരു പ്രാവശ്യം വീണ്ടും സർക്കാരുമായി ആലോചിച്ച് ആ പരിപാടിയെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ പരിപാടിയുടെ വിജയത്തിനായി വനിതാ സംഘത്തിൻ്റെ പ്രവർത്തകർ വളരെ സജീവമായി തന്നെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ രാവിലെ മുതൽ ആരംഭിച്ച ഈ ക്യാമ്പിൻ്റെ പ്രവർത്തനത്തിന് അത് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കായംകുളത്ത് ആദ്യമായിട്ടാണ് സർക്കാർ സംവിധാനവും ഒരു സാമൂഹ്യ സംഘടന എന്ന നിലയിൽ SNDP യോഗവും ചേർന്ന് ഇത്ര വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് വനിതകൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിനമായി ഇതിനെ മാറ്റുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആരോഗ്യം ഒരു പ്രധാന കാരണമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കായംകുളം SNDP യൂണിയൻ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഡോക്ടർ ശിവപ്രസാദ് RMയുടെ നേതൃത്വത്തിൽ ഡോക്ടർ അനു ഫിലിപ്പ്, ഡോക്ടർ ഷാനി M, ശോഭന, സൗമ്യ, പേർലി, PRO മഞ്ജുഷ, JPHന്മാരായ മെർലിൻ, ശൈല, രാഖി, അഞ്ജലി, ഗീത. കഴുത്തിന്റെ നമ്മൾ 4 എക്സസൈസുകളാണ് പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് കഴുത്ത് താഴേക്ക് വരിക, നേരെ ബാക്കിലേക്ക്, വളരെ സ്ലോയിൽ വേണം ചെയ്യാൻ. ഇത് 10 ടൈംസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. 10 പ്രാവശ്യം ഇത് ചെയ്യണം. ഇനി അടുത്തത് നമ്മൾ വലത്തേക്ക് തിരിയുക, നേരെ വരിക, ഇടത്തേക്ക് തിരിയുക. ഇതും വളരെ സ്ലോയിൽ വേണം ചെയ്യാൻ. 10 പ്രാവശ്യം ചെയ്യണം. അടുത്തത് നമ്മൾ തിൽറ്റ് ചെയ്യുന്ന എക്സസൈസ് ആണ്. നമ്മുടെ കഴുത്ത് വലത്തേക്ക് തിരിക്കുക, നേരെ വരിക, ഇടത്തേക്ക് ടിൽറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ റൊട്ടേഷനാണ് ചെയ്തത്. വലത്തേക്കൊരു ഫുൾ റൊട്ടേഷൻ ചെയ്യുക, ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇടത്തേക്കൊരു ഫുൾ റൊട്ടേഷൻ. ഓക്കെ, അപ്പം കഴുത്തിൻ്റെ 4 എളുപ്പമല്ലേ? നമുക്കറിയാം ക്യാൻസർ എന്ന് പറയുന്നത് പ്രമേഹവും മറ്റ് അസുഖങ്ങൾ പോലെ തന്നെ ജീവിതശൈലി രോഗത്തിൽപ്പെട്ട ഒരു അസുഖം തന്നെയാണ്. അതിന് പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്യാൻസർ രോഗികൾ പ്രതിദിനം കൂടി വരികയാണ്. അത് ഒരു 60 വയസ്സെന്നോ 50 വയസ്സെന്നോ ഉള്ള ഒരു ഏജ് ലിമിറ്റ് കൂടാതെ ചെറിയ കുട്ടികൾക്ക് പോലും
വളരെയധികം കേസുകൾ നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പ്രധാനമായിട്ടും ഒന്നാമത്തെ കാര്യം, അതായത് നമ്മുടെ ഭക്ഷണ രീതി ഇന്ന് പണ്ടത്തെ കാലഘട്ടത്തിൽ നിന്ന് വളരെയധികം വ്യത്യാസപ്പെട്ട് കഴിഞ്ഞു. അത് ക്യാൻസർ രോഗത്തിൻ്റെ ഒരു പ്രധാന കാരണം തന്നെയാണ്. രണ്ടാമത്തെ കാരണം, നമുക്ക് യാതൊരു വിധത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ വീട്ടിലെ പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനെല്ലാം നമ്മൾ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എല്ലാത്തിനും ഉപകരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിലുള്ള ഒരു വ്യായാമക്കുറവ് സ്ത്രീകളിൽ നല്ല രീതിയിൽ കാണപ്പെടുന്നുണ്ട്. അത് സ്ത്രീകളിൽ ക്യാൻസർ രോഗസാധ്യത കൂട്ടുന്നതിൽ ഒരു പ്രധാന കാരണമാണ്. പുരുഷന്മാരിലും പ്രത്യേകിച്ച് അത് തന്നെയാണ് റീസൺ. ഒരു തരത്തിലും വ്യായാമം ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. അത് ഇതിലൊരു പ്രധാന കാരണമാണ്, ക്യാൻസർ രോഗത്തിന്റെ പ്രധാന ഒരു കാരണമാണ്. കായംകുളം വനിതാ സംഘം ഭാരവാഹികളായ സുഷമ തങ്കപ്പൻ, സൗദാമിനി രാധാകൃഷ്ണൻ, ഭാസുര മോഹൻ, അജിത അനിൽ, ജലജ, ഉഷ പഞ്ചമൻ, പുഷ്പ റാണി തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ് കായംകുളം.